പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ വളരെ നാളുകൾക്ക് ശേഷമുള്ളൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ കാട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ നിത്യ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്കൊരു രോഗത്തെ കണ്ടു. ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെല്ലാം കണ്ടുവരുന്ന സ്കൈൽസ് ഊരാൻ എന്ന് പറഞ്ഞ രോഗമാണ്. അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുന്നത്, ഊരാൻ്റെ. നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ സ്രവം പോലൊരു ഇത് വരും. ഇതാണ് നമ്മൾ കവാത്തൊക്കെ എടുക്കുമ്പോഴാണ് ഈ സാധനം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒട്ടുമിക്ക തോട്ടങ്ങളിലും ഇത് കണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിലെ ഇവനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതിരൂക്ഷമായിട്ട് ഇവ നമ്മുടെ തോട്ടത്തിലേക്ക് കയറി പറ്റും. നമ്മൾ ഒരു കെമിക്കൽ കൊടുത്ത് ഒരാഴ്ച ആയിട്ടുള്ളൂ. അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. അപ്പം നമ്മൾ കൊടുത്ത കെമിക്കൽ അറ്റ്മോസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ വരുന്നൊരു കെമിക്കലാണ് കൊടുത്തത്. അപ്പോൾ അത് കൊടുത്തിട്ട് നല്ല റിസൾട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അതിനപ്പം നമുക്ക് പലതരത്തിലുള്ള കെമിക്കൽ കൊടുക്കാം. അതെല്ലാം നമുക്ക് പുതിയതായിട്ട് കാണുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കും നമ്മുടെ പൂപ്പൽ പോലെ. ഇതുണ്ട്, ഇത് നമ്മൾ ആ കെമിക്കൽ അടിച്ച് കഴിഞ്ഞിട്ട് മാറി വിശേഷം പോയത്, മൊത്തത്തിൽ അതങ്ങ് പോയി പൊടി പോലെ ആയിപ്പോയി. അപ്പോൾ അതിന് നമുക്ക് പൈരിപ്രോക്സിവിൻ, ദിനത്താഫുറാൻ, ഡൈഫെൻതുറാൻ കോംബോ കൊടുക്കാം, അല്ലെങ്കിൽ അറ്റ്മോസ് കൊടുക്കാം, നമുക്ക് മൊവൻ്റോ എനർജി കൊടുക്കാം, അതല്ലെങ്കിൽ റോഗർ വിത്ത് നീമോ കൊടുക്കാം. അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ഈ ഒരു രോഗത്തിന് വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 മാസങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ കൊടുത്ത് നിയന്ത്രിക്കാൻ പ്രിയപ്പെട്ടവർ ശ്രമിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.